മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 9-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. ഈ ഭൂമിയിൽ എല്ലാ സൃഷ്ടികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പര ആശ്രയത്തിലാണ് അവയുടെ നിലനിൽപ്പ്. ദൈവവും പ്രകൃതിയും, പ്രകൃതി മനുഷ്യനും, മനുഷ്യൻ ദൈവവും എല്ലാ അന്യോന്യം ഒരു കൂട്ടായ്മ നിലനിർത്തുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ നാം പ്രകൃതിയെ ആരാധിക്കാറില്ല, മറിച്ച് പ്രകൃതിയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എങ്ങനെ പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ മനുഷ്യനും പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്ന് ആണ്, തിരികെ ചേരേണ്ടതും മണ്ണിലേക്ക് തന്നെയാണ്. പ്രകൃതി എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായി കാണാൻ സാധിക്കും. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ആശ്രയിച്ച് അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നാകണം എന്നാണ് ദൈവിക ഇഷ്ടം. ആരോഗ്യപരമായ നല്ല ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ പോയാൽ നാം നാശത്തിലാക്കപ്പെടും. സ്വാർത്ഥതയും മത്സരവും നമ്മെ തിന്മയിലേക്ക് നയിക്കും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്ക തുണയും നൽകി കുടുംബത്തെ സ്ഥാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കീഴ്പ്പെട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പാലിൽ നെയ്യുള്ളതുപോലെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് ആഴമായ ബന്ധം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പ്രകൃതി അങ്ങയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ദാനങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നവരായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.